ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചാറുകറി റെഡിയായി. നമ്മൾ പപ്പടം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പീസ് ആക്കിയിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പപ്പടം ഉച്ചയ്ക്കുള്ള പപ്പടം റെഡിയായി. അപ്പം പപ്പടം മുറിച്ച് ഇട്ട് വറുത്തെടുത്തതാണ്. അപ്പം ഇതിലേക്ക് നമുക്കിനി മുളകും കൂടെ മൂപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഉപ്പും മുളകും എല്ലാം പിടിച്ച് ഒരു പീസായിട്ട് നമുക്ക് എടുത്ത് കൂട്ടാം. ഇത് നമുക്ക് ഒരു തോരൻ കറി എന്ന് പറയുന്നത് നമ്മുടെ ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് കടുക് താഴ്ച പപ്പടം ഒഴിച്ചെടുത്ത മിച്ചമുള്ള എണ്ണയിലേക്ക് കടുക് തളിച്ച് നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മുടെ അടുക്കള പണി തീരും. ഉണ്ട്. അപ്പോൾ നമുക്ക് ചാറുകറി കറി പപ്പടം ആയി. നമുക്കിത് ബീട്രൂട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് ചെറിയ ബീട്രൂട്ടായിരുന്നു, ചെറുത്. നമുക്ക് സ്വല്പം ഉപ്പും നീരും കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ആവില്ല. നമുക്ക് ചെറിയൊരു സവാളയും കൂടി ചേർക്കാം. ലേശം മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, മഞ്ഞൾ നല്ലതാണ് എല്ലാത്തിനും. പിന്നെ ലേശം തേങ്ങ കൂടെ ചേർത്തു. ഒന്നുകൂടി എല്ലാം കൂടി ചേർത്ത് ഇളക്കി വയ്ക്കാം. ഉണ്ടോ? ഇനി ആവി പോകാതെ ഇളക്കിയിട്ട് നമ്മളൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞാൽ 2 വട്ടം ഇളക്കം ചെയ്തിട്ട് നമ്മുടെ ബീട്രൂട്ട് കറി റെഡിയായി. ഓക്കെ, വേവട്ടെ. ഓക്കെ കൂട്ടുകാരെ. ഓക്കെ, താങ്ക് യു കൂട്ടുകാരെ.